എൻക്വയറി ഇതിൽ ആവശ്യമില്ല. അപ്പോൾ ഇപ്പോൾ നടക്കുന്ന എൻക്വയറിയിൽ അദ്ദേഹം സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കുന്നതാണ്, വിശദീകരണം നൽകും. ആ വിശദീകരണം കിട്ടിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിനെതിരെയുള്ള നടപടികളിൽ നിന്ന് സർക്കാർ പിന്മാറണം എന്ന് തന്നെയാണ് ഞങ്ങളുടെ ആവശ്യം. അപ്പോൾ അതല്ലാതെ അദ്ദേഹത്തെ വിക്ടിമൈസ് ചെയ്യാനായിട്ട് ഇനിയും നീക്കങ്ങളുണ്ടായാൽ സംഘടന ഏത് വിധേനയും അത് ചെറുക്കുമെന്നുള്ളതും ഞങ്ങൾ വളരെ അസന്ദിഗ്ധമായി തന്നെ പ്രഖ്യാപിക്കുകയാണ്. ഇതിൽ ഉള്ള വിഷയത്തെക്കുറിച്ച് ഹാരിസ് സാറുമായിട്ട് ഞങ്ങൾ സംസാരിക്കുകയുണ്ടായി. അത് കഴിഞ്ഞ് ബഹുമാനപ്പെട്ട ആരോഗ്യവകുപ്പ് മന്ത്രിയെയും കണ്ടു, മാഡത്തിനോട് സംസാരിച്ചു. അപ്പോൾ KGMCTയുമായി ഒരു ചർച്ചയ്ക്ക് തയ്യാറാണെന്നും അതിനുള്ളൊരു സമയം അറിയിക്കാമെന്നും ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞിട്ടുണ്ട്. ഹാരിസ് സാറിനെതിരെ കടുത്ത നടപടികളൊന്നും ഉണ്ടാവില്ല എന്നുള്ളത് തന്നെ ഞങ്ങൾക്ക് ഉറപ്പ് തന്നിട്ടുണ്ട്. ഇപ്പോൾ എൻക്വയറി റിപ്പോർട്ട് ലഭിച്ചാലുടൻ അതിലൊരു തീരുമാനം ഉണ്ടാവും എന്നുള്ളത് ഉറപ്പ് തന്നിട്ടുണ്ട്. ഡയറക്ടറും അതുപോലെ തന്നെ ഡയറക്ടറുടെ ചാർജുള്ള ജോയിൻറ്റ് ഡയറക്ടറും അദ്ദേഹത്തിനെതിരെ പ്രത്യേകിച്ച് നടപടികളൊന്നും ഉണ്ടാവില്ല എന്നുള്ളത് ക്ലിയറായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് ഒരു തുടർക്കഥയായി മാറാതെ മെഡിക്കൽ കോളേജുകളിൽ ഉള്ള പ്രശ്നങ്ങളിൽ ഒരു ക്രിയാത്മകമായ ഒരു ഇടപെടലാണ് വേണ്ടത്. ഇപ്പോൾ നമ്മൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞു, അതായത് ഒരു എക്യുപ്മെൻറ്റിൻ്റെ പർച്ചേസ്, മെയിൻ്റനൻസ്, അതിൻ്റെ വിവരങ്ങൾ ശേഖരിച്ചു വെക്കുക, ഇതൊക്കെ ഉള്ളതിന് പർച്ചേസിനായിട്ടായാലും ഈ കാര്യങ്ങൾ എല്ലാം ചെയ്യാനായിട്ട് സ്റ്റോറ്, പർച്ചേസ് വിഭാഗങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ എല്ലാ മെഡിക്കൽ കോളേജിലും ബയോമെഡിക്കൽ വിഭാഗമുണ്ട്. അപ്പോൾ ഇവരൊക്കെയാണ് ശരിക്കും ഈ കാര്യങ്ങളിൽ വളരെ ആക്റ്റീവായിട്ട് ഇടപെട്ട് ഇതൊക്കെ ശരിയാക്കി വെക്കേണ്ടത്. അപ്പോൾ ഇത് മുഴുവൻ ഒരു HODയുടെ തലയിലേക്ക് വെക്കുന്നത് അദ്ദേഹത്തിൻ്റെ ബാക്കിയുള്ള, അതായത് HOD ആയിട്ട് ആരാണോ ഫംഗ്ഷൻ ചെയ്യുന്നത്, ഒരുവിധം എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളിലും ഈ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ HODമാർ മാറി മാറി വരും. അപ്പോൾ ഇൻസ്റ്റിറ്റ്യൂഷനിൽ തന്നെ ഇതിൻ്റെ ഒരു ഡാറ്റാബേസ് ഉണ്ടാക്കുകയും എപ്പോഴാണ് മെയിൻ്റനൻസ് ചെയ്യേണ്ടത് അതിന് മുന്നേ തന്നെ അതിൻ്റെ പ്രക്രിയകൾ ആരംഭിക്കുകയും ചെയ്യണം. അതിനുവേണ്ടി ഒരു സിസ്റ്റം ഡെവലപ്പ് ചെയ്താലേ പറ്റൂ. അല്ലാതെ ഇത് വീണ്ടും ഡോക്ടർമാരുടെ തലയിലേക്ക് ഇടുന്നത് ഒഴിവാക്കണം എന്നാണ് സംഘടനയുടെ ആവശ്യം. എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷനുകളും മെഡിക്കൽ കോളേജ് അതെ അല്ല, ഓൾറെഡി പർച്ചേസ് വിഭാഗമുണ്ട്, സ്റ്റോർ വിഭാഗമുണ്ട്. അവരവരുടെ റെസ്പോൺസിബിലിറ്റി കൃത്യമായിട്ട് ഏറ്റെടുത്ത് ചെയ്യുക. അല്ലാതെ എല്ലാത്തിനും HOD പോയി അവിടെ ക്യൂ നിന്ന് കാര്യങ്ങൾ പറയുന്ന ഒരു രീതി അവസാനിപ്പിക്കണം. കാരണം ഞങ്ങൾ ഇപ്പോൾ ഇവിടെ ഒരു മെഷീൻ വേണം എന്നുള്ളത് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ബാക്കി പ്രൊസീഡിങ്സ് ചെയ്യേണ്ടത് അവരാണ്, സമയബന്ധിതമായിട്ട്. അതവർ ചെയ്തോളുക. അപ്പോൾ ഞങ്ങൾക്ക് ഞങ്ങളുടെ ജോലിയും ചെയ്യാൻ പറ്റും. ബാക്കി എല്ലാ വിഭാഗങ്ങളും അതുപോലെയാണ്. ബയോമെഡിക്കൽ വിഭാഗം, ഒരു മെഷീൻ ഉണ്ട്, ആ മെഷീൻ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഇൻസ്റ്റലേഷൻ എന്ന് നടന്നു, അതിൻ്റെ അടുത്ത മെയിൻ്റനൻസ് എന്നാണ്, ഇതെല്ലാം കൃത്യമായിട്ട് അവർക്ക് അറിയാം. അപ്പോൾ അതിന് മുന്നേ തന്നെ അവർക്ക് HODയെ റിമൈൻഡ് ചെയ്യാനും പറ്റും. ഈ കാര്യങ്ങൾക്ക് നമുക്ക് കൊടുക്കണം. അപ്പോൾ അതിനൊരു വർക്ക് ഷീറ്റ് തയ്യാറാക്കാം. ഇതൊക്കെ വളരെ എളുപ്പം. കാരണം ഇന്ന് എല്ലാം ഒരു എക്സൽ ഷീറ്റിലോ അല്ലെങ്കിൽ ഒരു ഡിജിറ്റൽ രീതിയിലോ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യാൻ വളരെ എളുപ്പമാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ആ രീതിയിൽ തന്നെ എല്ലാ മെഡിക്കൽ കോളേജുകളിലും ഒരു സിസ്റ്റം ഉണ്ടാവണമെന്നാണ് ഞങ്ങളുടെ ആവശ്യം. അതോടൊപ്പം ഒരു വർക്ക് സ്റ്റഡി നടത്തണം. മെഡിക്കൽ കോളേജുകളിലെ സാഹചര്യം എന്താണ്, സ്റ്റാഫ് ഡെഫിഷ്യൻസി ഉൾപ്പെടെ ഉള്ളതിൻ്റെ ഒരു വർക്ക് സ്റ്റഡി നടത്തുക. അത് ഗവൺമെൻറ് ഏജൻസീസ് തന്നെ, P&ARD പോലെയുള്ള ഗവൺമെൻറ് ഏജൻസീസ് തന്നെ ഏറ്റെടുത്ത് ഒരു വർക്ക് സ്റ്റഡി നടത്തി ഇവിടുത്തെ പ്രശ്നങ്ങൾ എന്താണ്, ആ പ്രശ്നങ്ങൾ എങ്ങനെ പരിഹരിക്കാം എന്നുള്ളതിന് ശരിക്കും ക്രിയാത്മകമായൊരു ഇടപെടൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകണമെന്നാണ് ഞങ്ങളുടെ ആവശ്യം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.